ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ MEG5 2025 ക്വസ്റ്റ്യൻ പേപ്പർ നോട്ട്സ് സഹിതമാണ് ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. എക്സാം അടുത്ത് വരുമ്പോൾ എന്ത് പഠിക്കണം എന്നറിയാത്ത കുട്ടികളോട് പറയുകയാണ്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഓൾറെഡി വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പ്രീവിയസ് ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ആൻസേഴ്സ് മാത്രം നിങ്ങൾ കണ്ടെത്തി പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ബിഗിൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. One critic has described literature as news which stays news. Discuss with some examples. The statement, literature is news which stays news, was given by Ezra Pound. It means that ordinary news becomes old after some time, but literature remains fresh and meaningful for all generations. Newspapers tell us about temporary events, while literature speaks about permanent human experiences such as love, ambition, fear, jealousy, suffering, and hope. Therefore, great literary works never lose their value. എസ്ര പൗണ്ടിൻ്റെ മനോഹരമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റാണ്, ലിറ്ററേച്ചർ ഈസ് ന്യൂസ് വിച്ച് സ്റ്റേയ്സ് ന്യൂസ്. അതിൻ്റെ അർത്ഥം, സാധാരണയായി നമ്മുടെ ജീവിതത്തിൽ ഡെയിലി ലൈഫിൽ നമ്മൾ ഓരോ ന്യൂസുകൾ കേൾക്കുന്നുണ്ട് അല്ലേ. ആ ന്യൂസ് എന്ന് പറയുന്നത് അത് അന്നത്തെ ആ ഒരു ന്യൂസ് മാത്രമായിട്ട് അവിടെ തീരുകയാണെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അത് കാലാകാലം നിലനിൽക്കുന്ന ഒരു ന്യൂസായിട്ട് ആരും ഓർമ്മിക്കുന്നില്ല. പല ഈവൻസുകളായിരിക്കാം ന്യൂസുകളായിട്ട് വരുന്നത്. പക്ഷേ അത് ഓർഡിനറി ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് സംഭവങ്ങളാണ്. പക്ഷെ അത് പിന്നീട് ആരും ഓർത്തു വയ്ക്കുന്നില്ല, അത് മറന്നു പോകുന്നുണ്ട്. അതേസമയം ലിറ്ററേച്ചർ എന്ന് പറയുന്ന അതൊരു ന്യൂസായിട്ടാണ് ഇവിടെ എസ്ര പൗണ്ട് കണക്കിലെടുക്കുന്നത്. അവൾ പറയുന്നത് ലിറ്ററേച്ചർ എന്ന ന്യൂസ് അത് റിമെയിൻസ് ഫോർ എവർ. അത് ജനറേഷൻസ് ആഫ്റ്റർ ജനറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിന്നൊരു ഈവൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അത് ന്യൂസായി ന്യൂസ് പേപ്പറിലോ മറ്റു സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി നമ്മളെല്ലാവരും അറിയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജനറേഷൻസ് മാറും തോറും ആ ന്യൂസ് അവിടെ റിമെയിൻ ചെയ്യുന്നില്ല. അത് നമ്മളെല്ലാവരും മറന്നു പോവുകയാണ് ചെയ്യുന്നത്. അതേസമയം ലിറ്ററേച്ചർ അത് കാലാകാലം ജനറേഷൻസ് ആഫ്റ്റർ ജനറേഷൻസ് ആൾക്കാർ ഓർമ്മിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസ് പേപ്പറിലെ ന്യൂസ് എന്ന് പറയുന്നത് ഒരു ടെമ്പററി ഈവൻറ്റിനെ കുറിച്ച് മാത്രമാണെന്നാണ് എസ്ര പൗണ്ടിൻ്റെ അഭിപ്രായം. അതേസമയം ലിറ്ററേച്ചർ പെർമനൻ്റ് ആയിട്ടുള്ള ഹ്യൂമൻ എക്സ്പീരിയൻസസ് ലൈക്ക് ലവ്, അംബിഷൻ, ഫിയർ, ജലസി, സഫറിങ്, ഹോപ്പ് ഇതിനൊക്കെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലിറ്റററി വർക്ക്സ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ അത് വളരെ വലുതാണ്. ആ വാല്യൂ ഒരിക്കലും ലൂസാകുന്നില്ല എന്നാണ് എസ്ര പൗണ്ടിൻ്റെ അഭിപ്രായം. ഇൻട്രൊഡക്ഷൻ. ഡെയിലി ന്യൂസ് റിപ്പോർട്ട്സ് only current events. After a few days, people forget them, but literature continues to influence readers even after 100 years because it deals with the universal truths about human life and society. Great poems, plays, and novels remain relevant because human emotions and problems do not change completely with time. ഡെയിലി ന്യൂസ് എന്ന് പറയുന്നത് കറൻറ്റ് ഈവൻസിനെ ആസ്പദമാക്കി എഴുതുന്ന റിപ്പോർട്ടുകളാണ്. കുറേ നാൾ കഴിയുമ്പോൾ നമ്മളത് മറന്നു പോകും. അതേസമയം ലിറ്ററേച്ചർ എന്ന് പറയുന്നത് റീഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എത്ര വർഷങ്ങൾ കഴിഞ്ഞാൽ, അത് 100 വർഷം കഴിഞ്ഞാൽ പോലും അതവിടെ റിമെയിൻ ചെയ്യുന്നുണ്ട്. കാരണം അത് യൂണിവേഴ്സൽ ട്രൂത്ത്സ് ആണ്. അത് ഹ്യൂമൻ ലൈഫിനെയും സൊസൈറ്റീനെയും കുറിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഗ്രേറ്റ് പോയംസ്, പ്ലേസ്, നോവൽസ് ഇതൊക്കെ തന്നെ ലിറ്ററേച്ചറാണ്. അതൊക്കെ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്ന ഒന്നാണ്. അത് ഹ്യൂമൻ ഇമോഷൻസിനെയും ഹ്യൂമൻ പ്രോബ്ലംസിനെയും സൊസൈറ്റിയിലെ പ്രോബ്ലംസിനെയും എല്ലാം മാറ്റിമറിക്കാൻ കഴിവുള്ള ഒന്നാണ് ഈ ലിറ്ററേച്ചർ. സമയം പോകുന്നോറും കണ്ടോ, ഹ്യൂമൻ ഇമോഷൻസ് ആൻഡ് പ്രോബ്ലംസ് ഡു നോട്ട് ചേഞ്ച് കംപ്ലീറ്റ്ലി വിത്ത് ടൈം എന്നാണ്.
സമയം പോകും തോറും മനുഷ്യൻ്റെ ഇമോഷൻസും പ്രോബ്ലംസും മാറുന്നില്ല, അതൊക്കെ നിലനിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് ലിറ്ററേച്ചറും നിലനിൽക്കുന്നത്. പോയിൻറ്റ്സ് ആയിട്ട് എഴുതാം. ഫസ്റ്റ് പോയിൻറ്റ്, ലിറ്ററേച്ചർ എക്സ്പ്രസ്സസ് യൂണിവേഴ്സൽ ഹ്യൂമൻ ഇമോഷൻസ്. One important reason literature stays new is that it portrays emotions that are common to all human beings. For example, William Shakespeare's Macbeth shows ambition, greed, guilt, and fear. Macbeth murders the king to gain power, but afterwards he suffers from guilt and mental disturbance. Even today, people can understand these feelings because the desire for power and its consequences still exist in society. Thus, the play remains meaningful centuries after it was written. Similarly, love poems and tragic stories from ancient times still touch modern readers because human emotions remain the same. ഇവിടെ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു എക്സാമ്പിൾ സഹിതമാണ് നമുക്ക് പഠിക്കാനുള്ളത്. വില്യം ഷേക്സ്പിയറിൻ്റെ മാക്ബെത്ത്, അതിൽ കാണിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അതിലുള്ള തീം എന്ന് പറയുന്നത് അംബീഷൻ, ഗ്രീഡ്, ഗിൽറ്റ് ആൻഡ് ഫിയർ. ഇവിടെ മാക്ബെത്ത് അദ്ദേഹം മേർഡേഴ്സ് ദ കിങ് ടു ഗെയിൻ പവർ. മാക്ബെത്ത് രാജാവിനെ പവർ ലഭിക്കാനായിട്ട് കൊല്ലുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതിനുശേഷം ബട്ട് ആഫ്റ്റർവേർഡ്സ് ഹി സഫേഴ്സ് ഫ്രം ഗിൽറ്റ്. അതിനുശേഷം ഇവിടെ മാക്ബെത്ത് വളരെയധികം മാനസികമായിട്ട് എന്താ പറയുക ബുദ്ധിമുട്ടുന്നുണ്ട്. അവനെ കൊന്നതിന് ശേഷം, രാജാവിനെ കൊന്നതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിനൊരു മാക്ബെത്തിനൊരു ഗിൽറ്റ് ഫീലിംഗ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനെ ഇന്നത്തെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പീപ്പിൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ആൾക്കാർക്ക്, സൊസൈറ്റിയിലുള്ള ജനങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പവറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഡിസയേഴ്സിന് വേണ്ടിയിട്ട് മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നുണ്ട്. അല്ലെങ്കിൽ പലതരം എന്താ പറയുക വൃത്തികേടുകളായിട്ടുള്ള ഇങ്ങനത്തെ കുറേയധികം കാര്യങ്ങൾ പവർ ലഭിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്ലേ അല്ലെങ്കിൽ ഈ ഒരു പ്ലേ ഇവിടെ വളരെയധികം ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട്. അപ്പോൾ ഇത് വ്യക്തികളിലോട്ട്, റീഡേഴ്സിലോട്ട് എത്തിച്ചേരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സൊസൈറ്റിയിൽ നടക്കുന്നത് കൊണ്ട് തന്നെ അത് കണക്റ്റഡ് ആകുന്നുണ്ട്. സോ എന്താ പറയുക 100 വർഷങ്ങൾക്ക് ശേഷം പോലും വ്യക്തികൾ ഇത് അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഇങ്ങനെയുള്ള സ്റ്റോറീസ്, ഇങ്ങനെയുള്ള ലിറ്ററേച്ചറിൻ്റെ വാല്യൂവിൽ മാറ്റം വരുന്നില്ല. ഇറ്റ് റിമെയിൻസ് സെയിം. ഇതുപോലെ തന്നെയാണ് ലവ് പോയംസ്, ട്രാജിക് സ്റ്റോറീസ്. ഇതൊക്കെ തന്നെ മോഡേൺ റീഡേഴ്സിൽ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഹ്യൂമൻ ഇമോഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഇതുപോലെയുള്ള ലവ് പോയംസ് ആവട്ടെ, ഏതൊരു പോയം ആവട്ടെ, ഏതൊരു ലിറ്ററേച്ചർ ആകട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഹ്യൂമൻ ബീങ്സ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആകുന്നുണ്ട്. ലിറ്ററേച്ചറും നമ്മുടെ ജീവിതവുമായി തമ്മിലുള്ളൊരു കണക്ഷൻ വരുന്നുണ്ട്. So literature remains the same. Second one, literature reflects society and its problems. Literature also exposes social and political issues that continue through history. For example, George Orwell's 1984 warns readers about dictatorship, surveillance, and the misuse of power. Though it was written in the 20th century, its ideas are still relevant today in the age of technology, social media, and government control. The novel continues to feel modern because the problem it discusses still exists. Many literature works criticize injustice, inequality, corruption, and war. Since these issues continue in every age, literature also continues to remain important. ലിറ്ററേച്ചർ സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയും ഫോക്കസ് ചെയ്തുകൊണ്ടാണ് പലപ്പോഴും എഴുതാറുള്ളത്. അതിനൊരു എക്സാമ്പിളാണ് ജോർജ് ഓർവെലിൻ്റെ 1984 എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക്. ഇതിൽ റീഡേഴ്സിനെ വാൺ ചെയ്യുന്നത്
ഡിക്റ്റേറ്റർഷിപ്പിനെ കുറിച്ചിട്ടും സർവീലിയൻസിനെ കുറിച്ചിട്ടും അതുപോലെ പവർ മിസ്യൂസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുമാണ്. ഇത് എഴുതിയിരിക്കുന്നത് 20th സെഞ്ച്വറിയിലാണെങ്കിലും അതിൻ്റെ ഐഡിയാസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സൊസൈറ്റിയിൽ ഈ പറയുന്ന വർക്ക് ജോർജ് ഓർവെലിൻ്റെ 1984 എന്ന വർക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. കാരണം നമ്മുടെ ടെക്നോളജി, സോഷ്യൽ മീഡിയ, ഗവൺമെൻറ് കൺട്രോൾ ഇതെല്ലാം ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വർക്കും ഇതും തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ട്. ഈ ഒരു നോവൽ ഏത് നോവൽ? ജോർജ് ഓർവെലിൻ്റെ 1984 എന്നുള്ള ഈ നോവൽ കണ്ടിന്യൂ ടു ഫീൽ മോഡേൺ ബിക്കോസ് ദ പ്രോബ്ലം ഇറ്റ് ഡിസ്കസ് സ്റ്റിൽ എക്സിസ്റ്റ്. അതിപ്പോഴും ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു വർക്ക് പോലെയാണ് തോന്നുന്നത്. ഫ്രഷ് ആയിട്ടുള്ളൊരു വർക്ക് പോലെയാണ് റീഡേഴ്സിന് തോന്നുക. കാരണം എന്താ? ബിക്കോസ് ദ പ്രോബ്ലംസ് ഇറ്റ് ഡിസ്കസ് സ്റ്റിൽ എക്സിസ്റ്റ്. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോബ്ലംസ്, സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോബ്ലംസുമായിട്ട് കണക്റ്റഡ് ആകുന്നുണ്ട്. മെനി ലിറ്റററി വർക്ക്സ് ക്രിട്ടിസൈസസ് ഇൻജസ്റ്റിസ്, ഇൻഇക്വാലിറ്റി, കറപ്ഷൻ ആൻഡ് വാർ. ധാരാളം ലിറ്റററി വർക്ക്സുകൾ ഇതുപോലെയുള്ള തീംസുമായിട്ട് അവർ ബന്ധിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ തന്നെയാണ് ലിറ്റററി വർക്ക്സുകളിലും നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ എത്ര വർഷം കഴിഞ്ഞു പോയാലും ലിറ്റററി വർക്ക്സുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Third point, literature raises timeless philosophical questions. Great literature discusses deep questions about life, fate, death, freedom, and human destiny. These questions never become old. For example, Sophocles' Oedipus Rex explores fate and free will. Oedipus tries to escape his destiny but finally fulfills it unknowingly. Readers of every generation think about whether human beings control their lives or whether fate controls them. Therefore, the play still feels fresh and meaningful. ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് സ്വാഭാവികമായിട്ടും പല കാര്യങ്ങളെക്കുറിച്ചിട്ടും സംശയങ്ങൾ തോന്നാറുണ്ട്. എന്താണ് എൻ്റെ ജീവിതം ഇങ്ങനെ, അല്ലെങ്കിൽ എൻ്റെ ലൈഫിനെ കുറിച്ച്, ഫെയ്റ്റിനെ കുറിച്ച്, ഡെത്ത്, ഫ്രീഡം, ഹ്യൂമൻ ഡെസ്റ്റിനി, ഇതിനൊക്കെ കുറിച്ച് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കേണ്ട അവസരങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സോഫോക്കിൾസ് ഓയിഡിപ്പസ് റെക്സ് എന്ന് പറയുന്ന ഈ വർക്ക് നമ്മുടെ ജീവിതത്തിൽ, ആ ഒരു ലിറ്റററി വർക്ക് സമൂഹത്തിൽ റീഡേഴ്സിനെ സംബന്ധിച്ച് വായിക്കുമ്പോൾ കണക്റ്റഡ് ആകുന്നുണ്ട് എന്ന് പറയുന്നത്. ഇവിടെ ഓയിഡിപ്പസ് എന്താ ചെയ്യുന്നത്? അദ്ദേഹം ട്രൈ ടു എസ്കേപ്പ് ഹിസ് ഡെസ്റ്റിനി. അദ്ദേഹത്തിൻ്റെ ഡെസ്റ്റിനിയിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നും അദ്ദേഹം എസ്കേപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ ഫൈനലി ഫുൾഫിൽസ് ഇറ്റ് അൺനോയിങ്ലി. പക്ഷേ ആ ഡെസ്റ്റിനിയിൽ തന്നെ അദ്ദേഹം ലാസ്റ്റ് എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. ഇത് തന്നെയാണ് ഓരോ റീഡേഴ്സും ഈ ഒരു വർക്ക് വായിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നത്. കാരണം അത് ഏതൊരു ജനറേഷൻ, എത്ര ജനറേഷൻസ് കഴിഞ്ഞു പോയാലും നമുക്കൊരു ഡെസ്റ്റിനി ഉണ്ട്. ആ ഡെസ്റ്റിനിയിൽ തന്നെ അറ്റ് ദി എൻഡ് നമ്മൾ എത്തിച്ചേരുകയും ചെയ്യും. അത് നമ്മൾ എത്രയൊക്കെ എസ്കേപ്പ് ചെയ്യാൻ ശ്രമിച്ചാലും, നമ്മൾ എത്രയൊക്കെ നമ്മളുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും നമ്മുടെ ഫേറ്റ് അത് നമ്മളിലേക്ക് എത്തും, അല്ലേ? അപ്പോൾ അതെങ്ങനെ പോയാലും ആ ഒരു ഡെസ്റ്റിനേഷനിൽ തന്നെയാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്ലേ എന്ന് പറയുന്നത് ഇപ്പോഴും ഫ്രഷ് ആൻഡ് മീനിങ് ഫുള്ളായിട്ട് റിമെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ലിറ്ററേച്ചർ ടീച്ചേഴ്സ് മോറൽ ആൻഡ് ഇമോഷണൽ ലെസൺസ്. ലിറ്ററേച്ചർ ഹെൽപ്സ് റീഡേഴ്സ് അണ്ടർസ്റ്റാൻഡ് ഹ്യൂമൻ നേച്ചർ ആൻഡ് മോറൽ വാല്യൂസ്. It develops sympathy, wisdom, and imagination. For example, many novels and poems teach lessons about honesty, kindness, courage, and the dangers of pride and greed. These lessons remain valuable in every generation. Unlike ordinary news, literature continues to educate and inspire people for a long time. അതുപോലെ തന്നെയാണ് ലിറ്ററേച്ചർ റീഡേഴ്സിന് ഹ്യൂമൻ നേച്ചറിനെ കുറിച്ചും മോറൽ വാല്യൂസിനെ കുറിച്ചും കൂടുതൽ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഇറ്റ് ഡെവലപ്സ് സിമ്പതി, വിസ്ഡം ആൻഡ് ഇമാജിനേഷൻ. അതിനൊരു എക്സാമ്പിളാണ് പല നോവൽസുകളിലും പോയംസ് ആകട്ടെ, അതിലും ധാരാളം മോറൽ
വാല്യൂസ്, മോറൽ ലെസൺസ് നൽകുന്നുണ്ട്. ഓണസ്റ്റി, കൈൻഡ്നെസ്, കറേജ്, ഡേഞ്ചേഴ്സ് ഓഫ് പ്രൈഡ് ആൻഡ് ഗ്രീഡ്. ഇതൊക്കെ തന്നെ പല പോയത്തിലായാലും നമുക്ക് കാണാം. പല ലിറ്റററി വർക്ക്സുകളിലും അതിൻ്റെ തീം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ടൊക്കെയാണ് ഈ പറയുന്ന ലിറ്റററി വർക്ക്സ് എത്ര ജനറേഷൻ കഴിഞ്ഞാലും റിമെയിൻ ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിൽ. അതേസമയം ഓർഡിനറി ന്യൂസ് എന്ന് പറയുന്നത്, അൺലൈക്ക് ഓർഡിനറി ന്യൂസ്, ലിറ്ററേച്ചർ കണ്ടിന്യൂസ് ടു എഡ്യൂക്കേറ്റ് ആൻഡ് ഇൻസ്പയർ പീപ്പിൾ ഫോർ ലോങ് ടൈം. സാധാരണയുള്ള ന്യൂസ് പോലെ തന്നെ ഈ ലിറ്ററേച്ചർ ആയാലും നമുക്ക് ധാരാളം ലെസൺസ് ഓരോ ഈവൻസിൽ നിന്നും അല്ലെങ്കിൽ ഓരോ വർക്ക്സുകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട്. കൺക്ലൂഷൻ: Thus, literature is truly news which stays news. Ordinary news reports temporary events, but literature reveals permanent truths about human life and society. Great literary works remain alive because they continue to speak about universal emotions, social problems, and philosophical questions. Works like Macbeth, 1918, and Oedipus Rex still attract readers because human nature remains largely unchanged. Therefore, literature never becomes outdated and continues to remain relevant for all ages. നമ്മൾ ഇത്രയും നേരം കണ്ടതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്, ന്യൂസ് എന്ന് പറയുന്നത് എപ്പോഴും ന്യൂസ് തന്നെയായിട്ട് സ്റ്റേ ചെയ്യും. എസ്പെഷ്യലി ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ആ ന്യൂസ് ഒരിക്കലും മായാതെ മറയാതെ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അത് റിമെയിൻ ചെയ്യും. അപ്പോൾ അതിന് കുറേയധികം എക്സാമ്പിൾസ് നമ്മൾ കണ്ടിരുന്നു. വർക്ക്സുകളായിട്ട് മാക്ബത്ത്, 1918, ഓയിഡിപ്പസ് റെക്സ്, ഇതൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇതിലൊക്കെ തന്നെ നമ്മൾ എന്തൊക്കെ കുറേ കാര്യങ്ങൾ പഠിച്ചു അല്ലേ? അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ കൺക്ലൂഡിങ് പാർട്ടിലും നമുക്ക് എഴുതേണ്ടത്. സോ ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനിയും വേറെ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. Okay, so thank you for watching the video. We'll meet you with the next video. By then, take care and goodbye.